അതിമനോഹരമായ മറ്റൊരു പ്രണയകഥ കൂടി പാതി വഴിക്ക് ഇല്ലാതാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഭീകരർ. മാധ്യമപ്രവർത്തകരായ മുഹമ്മദ് സലാമയുടെയും ഹാല അസ്ഫർ സലാമയുടെയും പ്രണയകഥ. വാർത്തകൾ പങ്കിട്ട് മാത്രം ഒന്നായവരല്ല അവർ. അവരുടെ പ്രണയത്തിന് പിന്നിൽ യുദ്ധത്തിൻ്റെ ഭീകരതയുണ്ടായിരുന്നു. അത് തീർത്ത ഒടുങ്ങാത്ത നോവിൻ്റെ കരുത്തുണ്ടായിരുന്നു. അവർ കണ്ട സ്വപ്നങ്ങൾക്ക് ഒലീവിലകളുടെ നിറമായിരുന്നു. അവരുടെ ആകാശത്തിന് കറുപ്പും ചുവപ്പും പച്ചയും വെളുപ്പും തീർത്ത മനോഹരതയായിരുന്നു. അവരുടെ കിനാക്കളിലെന്നും വെടിയൊച്ചകളില്ലാത്ത തെരുവുകളിലൂടെ വിശക്കാത്ത വയറുമായി ഓടിക്കളിക്കുന്ന ഹന്തലമാരുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷകൾക്കും ഒരേ ആഴം, എല്ലാ സ്വപ്നങ്ങൾക്കും ഒരേ നിറം, എല്ലാ ചിന്തകൾക്കും ഒരേ താളം. അങ്ങനെ ഒന്നായവരായിരുന്നു അവർ. അവരുടെ ചുവടുകളും എന്നും ഒന്നിച്ചായിരുന്നു. വരണ്ട മണ്ണിലൂടെ മരണം മണക്കുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ ചവിട്ടി പരസ്പരം താങ്ങായി നടന്നു നീങ്ങിയവരായിരുന്നു അവർ. എന്നാൽ ചോരയുണങ്ങാത്ത, വേദനകൾ അവസാനിക്കാത്ത വാർത്തകൾ തേടി അവൻ്റെ കൈകൾ പിടിച്ച് അലഞ്ഞ ആ തെരുവുകളിലൂടെ അവളിനി തനിച്ചു നടക്കണം. ഇനിയും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളിലൂടെ വിങ്ങലുകൾ അവളെ വല്ലാതെ ഉലക്കുമായിരിക്കും. ഇനിയുമേറെ ലോകത്തോട് ഒന്നിച്ചു പറയാനുണ്ടായിരുന്നു അവർക്ക്. ഇനിയുമേറെ നോവുകൾ, വിശപ്പുകൾ, ചോരപ്പാടുകൾ. ലോകത്തിനു മുന്നിൽ അവൻ്റെ ക്യാമറ കണ്ണുകൾക്ക് ഇനിയുമേറെ ചിത്രങ്ങൾ കൊണ്ടുവരാനുണ്ടായിരുന്നു. കരുതിക്കൂട്ടി തന്നെയാണ് ഇസ്രായേൽ ക്യാമറയ്ക്ക് പിന്നിലെ ആ ജീവനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവുക. അവനെ മാത്രമല്ല, അവനെപ്പോലെ ഈ ലോകത്തോട് നേര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന 250 മാധ്യമപ്രവർത്തകരെയാണ് ഈ 2 കൊല്ലത്തിനിടയ്ക്ക് ഇസ്രായേൽ കൊന്നു കളഞ്ഞിരിക്കുന്നത്. യാദൃശ്ചികമായി ജീവിതത്തിൽ ഒന്നിച്ചവരല്ല അവർ. മരണം പെയ്യുന്ന ആകാശത്തിന് കീഴിൽ നിന്ന് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർ. അതേ ആകാശത്തിന് കീഴിൽ നിന്ന് ജീവിതം പ്ലാൻ ചെയ്തവർ. ഇസ്രായേൽ തകർത്തു കളഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് പ്രിയപ്പെട്ടവളെ ക്യാമറയിൽ പകർത്തുന്ന സലാമ. അവരുടെ കല്യാണ ചിത്രങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. ലോകം വല്ലാത്തൊരിഷ്ടത്തോടെ നെഞ്ചോട് ചേർത്താണ് ഈ ചിത്രം. ഒരിക്കൽ സലാമ ഹാലയോട് പറഞ്ഞിരുന്നു, നമ്മൾ ഒന്നിച്ചിരിക്കെ മരണത്തിന് പോലും നമ്മെ തോൽപ്പിക്കാനാവില്ല. എന്നാൽ ഖാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രിക്ക് മുകളിൽ വീണ മരണബോംബിൽ അവൻ പോയി. താങ്ങാനാവാത്ത നോവുമായി അവൻ്റെ തൊട്ടരികെ അവളെ ബാക്കിയാക്കിക്കൊണ്ട്. ഇസ്രായേൽ മിസൈലുകൾ തകർത്തിട്ട കെട്ടിടങ്ങൾക്കിടയിലൂടെ തീനാളങ്ങൾ വകഞ്ഞുമാറ്റി തൻ്റെ ക്യാമറയുമായി ചുറുചുറുക്കോടെ അവൻ ഓടി നടക്കുന്നത് അവൾ എത്ര തവണ കണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് അവൻ ഉറങ്ങുകയാണ്. ചെയ്യാനുള്ളതെല്ലാം ചുരുങ്ങിയ നാളുകളിൽ ചെയ്തു തീർത്ത സമാധാനത്തിൻ്റെ ഉറക്കം. ഹാലയും സലാമയും ഗസക്ക് പറയാനുള്ള ഒറ്റപ്പെട്ട കഥയല്ല. ഗസക്ക് പറയാൻ അനവധി കഥകളുണ്ട്. ലോകം ഇന്നോളം കാണാത്ത, കേൾക്കാത്ത കൊടും ക്രൂരതയുടെ കഥകൾ. ലോകം ഇന്നോളം കാണാതത്രയും കുഞ്ഞു മയ്യത്തുകൾ, വിശപ്പിൻ്റെ കാഠിന്യങ്ങൾ, അനാഥരായിപ്പോയ പൊന്നുമക്കൾ, മാതാപിതാക്കൾ. ഇതെല്ലാം ലോകത്തിന് മുന്നിൽ എത്തിച്ചേ മതിയാകൂ. ഏത് തീരാനഷ്ടത്തിൻ്റെയും നോവുകൾക്ക് മുകളിൽ കരുത്തോടെ തലയുയർത്തി നിൽക്കാൻ ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത് ഇതാണ്. ഹാലയും ഇനി തനിച്ചു തന്നെ നടക്കണം. സലാമയുടെ ക്യാമറ ഇനി അവളുടെ കയ്യിലിരുന്ന് ലോകത്തെ കാണും. ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ ചിത്രങ്ങൾ ഇനി അവൾ തനിച്ച് ലോകത്തിന് മുന്നിലെത്തിക്കും. മരണത്തിൻ്റെ ചീൾ തനിക്കുമേലും പതിക്കും വരെ അവൾ നടന്നുകൊണ്ടേയിരിക്കും. കൂടെ അവളുടെ പെന്നും അവൻ്റെ ക്യാമറയും.